ഇപ്പോൾ ആദ്യം കണ്ടെത്തിയ ആളുടെ മരണം സ്ഥിരീകരിച്ചതായാണ് നമുക്ക് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യം റൂബേൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ആദ്യഘട്ടത്തിൽ കണ്ടെത്തിയത്. അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ചതായാണ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ടാമത് ഒരാളെ കൂടി പുറത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആകെ 2 പേരെ ഈ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. രണ്ടാമത് പുറത്തെടുത്ത വ്യക്തിക്ക് അനക്കമുണ്ട്, ശ്വാസമുണ്ട്, ബ്രീത്തിങ് ഉണ്ട് എന്നുള്ളതാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അതുപ്രകാരം അദ്ദേഹത്തെ ഗുരുതരമായി അവസ്ഥയിൽ തന്നെ ഇപ്പോൾ പെട്ടെന്ന് തന്നെ അടിയന്തര ചികിത്സയ്ക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട്, ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും ഒരു ആശാവഹമായ ഒരു കാര്യമാണ്, ഒരു ആശ്വാസം നൽകുന്നൊരു വാർത്തയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാഹുൽ എന്ന് പറയുന്ന വ്യക്തിയാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ നിന്നും കൊണ്ടുപോയിട്ടുള്ളത്. ആ രാഹുലിനാണ് അനക്കമുണ്ട് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ശ്വാസമെടുക്കുന്നുണ്ട് അദ്ദേഹം എന്നുള്ളതാണ് പറയുന്നത്. ആദ്യഘട്ടത്തിൽ വളരെ ദുഃഖം നൽകുന്ന ഒരു വാർത്തയാണ് വന്നതെങ്കിൽ പോലും രണ്ടാം ഘട്ടത്തിൽ ഒരു ആശ്വാസം നൽകുന്ന അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ് നമുക്കിപ്പോൾ പുറത്തുവിടാൻ കഴിയുന്നത്. അതായത് ഈ കോൺക്രീറ്റിൻ്റെ ഇത്രയും വലിയ കോൺക്രീറ്റ് പാളിക്ക് അടിയിലുണ്ടായിരുന്ന, പക്ഷേ ഇവരുടെ മുകൾ ഭാഗത്തായി കുറച്ച് കമ്പികളുണ്ടായിരുന്നു, ഗ്രില്ല് പോലുള്ള കമ്പികളുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനടിയിലാണ് ഇവർ കിടന്നിരുന്നത്. ഒരുപക്ഷെ ദേഹത്തേക്ക് കൂടുതൽ മണ്ണോ അല്ലെങ്കിൽ കൂടുതലായി കോൺക്രീറ്റ് പാളികളോ ഒന്നും തന്നെ പതിച്ചിട്ടുണ്ടായില്ല. അതായിരിക്കാം ഒരുപക്ഷെ ഈ ഇപ്പോൾ രണ്ടാമത് കണ്ടെത്തിയ ആൾക്ക് ഒരു ആശാവഹമായ ഒരു ശാരീരിക സ്ഥിതിയാണ് നിലവിലുള്ളത് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഈ മൂന്നാമത്തെ ആളെ പുറത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ്. 2 പേരും അടുത്തടുത്ത് തന്നെയാണ് കിടന്നിരുന്നത്. മൂന്നാമത്തെ ആളെ പുറത്ത് കാത്തുനിന്ന സങ്കടത്തോടെ കാത്തുനിന്ന സഹോദരനെ ഈ വിവരം അറിയിച്ചിട്ടുണ്ടോ? മോദി കേട്ടില്ല, ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം. റൂബേലിന്റെ മരണവിവരം സഹോദരനെ അറിയിച്ചോ? സഹോദരൻ അറിഞ്ഞോ? അദ്ദേഹത്തെ ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. കാരണം ഇവിടെ ഉണ്ടായിരുന്ന മറ്റ് ഇതര സംസ്ഥാന തൊഴിലാളികളെല്ലാവരും തന്നെ മാറ്റി. അതുപോലെ തന്നെ ഇവിടെ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അദ്ദേഹത്തിന് എന്തായാലും ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് തൊഴിലാളികളെയും പുറത്തുള്ള ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കാത്ത എല്ലാവരെയും ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസും മാത്രമാണ് ഉള്ളത്. എന്തായാലും അവർ ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ മനസ്സിലാവുന്നത്. എന്തായാലും ഈ ഒരു തീരുമാനം എടുക്കേണ്ടിയിരുന്നു എന്ന് തോന്നുന്നു. നിലവിൽ ഇപ്പോൾ ആ വലിയ കോൺക്രീറ്റ് സ്ലാബ് പൊട്ടിക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. വളരെ നേരം പാഴാക്കി കളയാതെ ആദ്യം തന്നെ ഈ ശ്രമം നടത്തേണ്ടിയിരുന്നു എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. ഏതായാലും ഒരാളെ ചെറിയ ശ്വാസത്തോടെ തന്നെ നമുക്ക് പുറത്തെത്തിക്കാൻ കഴിഞ്ഞു എന്നത് ആശാവഹമാണ്. എത്രത്തോളം ആരോഗ്യമുണ്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട് എന്നത് വ്യക്തമല്ല ഈ ഘട്ടത്തിൽ. രണ്ടാമത്തെ ആളിനെ കൂടി പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് പെട്ടെന്ന് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഇനി ഒരാളെ കൂടി പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് നടക്കുന്നത്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും ആ വലിയ കോൺക്രീറ്റ് സ്ലാബ് ഉയർത്താൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ടാണ് മറ്റൊരു മാർഗമായി ഇപ്പോൾ സ്ലാബിനെ 2ആയി പൊട്ടിക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാവുന്നത്. ലിഷോ, ഈ സ്ലാബിനെ പൊട്ടിച്ച് 2ആക്കിയ ശേഷം ഉയർത്താൻ എളുപ്പമായിരിക്കും എന്നുള്ളത് കൊണ്ടായിരിക്കും ആ പ്രവൃത്തിയിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്, അല്ലേ? അതെ, ഇതിനകത്ത് എവിടെയാണ് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതെന്ന് ആദ്യഘട്ടത്തിൽ അറിയില്ലായിരുന്നല്ലോ. അതാണ് ഈ സ്ലാബ് നേരത്തെ പറഞ്ഞ പോലെ ആദ്യം പൂർണ്ണമായും പൊട്ടിക്കാതിരുന്നത്. കാരണം ഏതെങ്കിലും തരത്തിൽ ഈ സ്ലാബ് പൊട്ടിക്കുകയാണെങ്കിൽ അതിനടിയിൽ ഈ സ്ലാബ് അടർന്ന് വീഴുകയാണെങ്കിൽ അതിനടിയിലുള്ളവർക്ക് ഈ ജീവന് ഹാനി സംഭവിക്കും. അത് ഉറപ്പാണ്. കാരണം ഇത്രയും വലിയ ഒരു സ്ലാബ് വീഴുമ്പോൾ. അപ്പോൾ അത് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയാണ്, അങ്ങനെ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ആളുകളെ ആദ്യം കണ്ടെത്തിയതിന് ശേഷം അവർ ഏത് ഭാഗത്താണ് കിടക്കുന്നത് എന്ന് കണ്ടെത്തിയതിന് ശേഷം അവിടെ നിന്നും ഉയർത്തിയെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റാനായുള്ള ശ്രമങ്ങൾ നടത്തിയത്. ഇപ്പോൾ ഈ സ്ലാബ് പൊട്ടിക്കാനായുള്ള ഒരു കാരണം എന്ന് പറയുന്നത് മുഴുവനായും ഉയർത്തേണ്ട ആവശ്യമില്ല. ഒരു ഭാഗത്ത് മാത്രമാണ് ഈ മൂന്നാമത്തെ വ്യക്തി അലീം എന്ന് പറയുന്ന വ്യക്തിയാണ് ഇപ്പോൾ ഈ മൂന്നാമത് ഈ സ്ലാബിനടിയിലുള്ളത്. ഈ അലീമിനെ പുറത്തേക്ക് എത്തിക്കണമെങ്കിൽ ആ സ്ലാബ് പൂർണ്ണമായും ഉയർത്തേണ്ടതില്ല. പക്ഷേ അതേസമയം തന്നെ അതിൻ്റെ ഏറ്റവും അടിഭാഗത്തായാണ് അലീം കിടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ലാബ് പൊട്ടിച്ച് മടക്കി മാറ്റുക, അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം അവിടെ നിന്ന് നീക്കുക എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ശ്രമിക്കുന്നത്. ഏതായാലും ഇന്ന് രാവിലെ മഴയുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്ന ഈ വാർത്ത അതൊട്ടും ശുഭകരമല്ലാത്തതാണ്. തൃശ്ശൂർ കൊടകരയിലാണ് സംഭവം. കാലപ്പഴക്കം ചെന്ന
കെട്ടിടം തകർന്ന അതിനടിയിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ കുടുങ്ങുകയായിരുന്നു. 3 പേരാണ് ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ പെട്ടുപോയത്. അതിൽ 2 പേരെ പുറത്തേക്ക് എത്തിച്ചു. ഒരാൾ മരിച്ചു എന്നാണ് സ്ഥിരീകരണമായി ഈ ഘട്ടത്തിൽ വന്നിരിക്കുന്നത്. അത് രൂപയിലാണ്. വെസ്റ്റ് ബംഗാൾ സ്വദേശി മുർഷിദാബാദ് സ്വദേശിയായ രൂപയിലാണ് മരിച്ചിരിക്കുന്നത്.